പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ പരിപാടി കോഴിക്കോടുള്ള ആണ് ഓർഗനൈസേഷൻ. മിനിസ്റ്റർ എന്തായാലും വരും എന്നുള്ളതിൽ നമ്മളിവിടെ ക്യാപിറ്റലിൽ തന്നെ, കാരണം സംസ്ഥാനത്തിന്റെ അൻസങ് ബിർസ മുണ്ട ഹീറോസ് ആണ്. നമുക്കറിയാം ബിർസ മുണ്ടയ്ക്കും നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ വളരെ ചെറുപ്രായത്തിൽ 25 വയസ്സിൽ മരണപ്പെട്ട ആളാണ്, വ്യക്തിയാണ്. അപ്പോൾ ഉണ്ടാവട്ടെ കുറേ കാര്യങ്ങൾ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ ഗോത്രവാദ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി ഇനി വരും കാലങ്ങളിലും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യം തന്നെ ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം സെക്രട്ടറി തുറമുഖം മത്സ്യസമ്പന്നം കരവിരുത് വിളിച്ചോതുന്ന ഒരു വിശിഷ്ട ഉൽപ്പന്നമാണ്. പരമ്പരാഗതമായ ഒരു നെയ്ത്ത് പാരമ്പര്യത്തിൻ്റെ ആധുനിക അടയാളം കൂടിയാണ് കണ്ണാടിപ്പായ. ഇടുക്കിയിലെ ഒരു പട്ടികവർഗ ഗോത്ര സഹകരണ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിശീലനങ്ങളിലൂടെ പുതിയ രൂപത്തിലേക്ക് വളർത്തിയെടുത്ത ഒരു ഉൽപ്പന്നം കൂടിയാണ് കണ്ണാടിപ്പായ. ഒരു പതിവുണ്ടായിരുന്നു. അതേ സാങ്കേതികവിദ്യ ഇപ്പോഴും തുടർന്നുകൊണ്ടാണ് ആധുനിക കാലത്ത് ഈ ഒരു നെയ്ത്തുവിദ്യ നമ്മുടെ ഗോത്ര സമൂഹങ്ങൾ തുടർന്നുകൊണ്ട് പോകുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർ ആയ ഓരോരുത്തരെയും കൂടി ഞാൻ ഈ വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ വളരെ നേരത്തെ തന്നെ ഒരു മാതൃകയായിട്ട് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ട്രൈബൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായി പ്രവർത്തിക്കുന്ന കിറ്റാഡ്സും കൂടി നടപ്പിലാക്കുന്ന ഈ ചടങ്ങിൽ ഈ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അൻസങ് ഹീറോ അതുപോലെ തന്നെ നമ്മുടെ ഈ ചടങ്ങ് അഭിമാന ദിവസം ഉദ്ഘാടനം ചെയ്യുകയും ഞങ്ങൾക്ക് എല്ലാവർക്കും അതിയായ സംഭവം. 19ാം നൂറ്റാണ്ടിൽ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കിരാത നയങ്ങൾക്കെതിരെ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയ ആദിവാസി ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള നേതാവായ ബിർസ മുണ്ടയുടെ മുണ്ട ആദിവാസി ഗോത്രത്തിൽ നിന്നുള്ള ബിർസ മുണ്ടയുടെ പേരിലാണ് ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അവാർഡിനായി വിളിക്കുന്ന ആളുകൾ ഓരോരുത്തരായി വേദിയിലേക്ക് കടന്നു വരണം. ബഹുമാനപ്പെട്ട ക്ഷണിക്കുന്നു. അഞ്ചിയമ്മ ഇരുള ഗോത്ര സമൂഹത്തിൻ്റെ സംഗീത പാരമ്പര്യത്തെയും വായ്മൊഴി സംസ്കാര പൈതൃകത്തെയും ഫോക്ലോർ അക്കാദമി അവാർഡ്, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം തുടങ്ങി അനവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അമ്മ കലാസംഘം എന്ന എഴുത്ത്, സംസ്കാരം, സ്ത്രീ ശാക്തീകരണം എന്നിവയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകളെ മാനിച്ചുകൊണ്ട് നഞ്ചിയമ്മയ്ക്ക് ബിർസ മുണ്ട വയനാട്ടിലെ ചുരുളി കുറിച്ച ഗോത്രഗ്രാമത്തിന്റെ ഗോത്രത്തലവനായ അദ്ദേഹം നാറാണപ്പാട്ടിനൊപ്പം കുംഭത്തിങ്കൽ പാട്ട് അഥവാ കുംഭ അവയോടൊപ്പം ലളിതമായ ഗോത്രജീവിതം നയിക്കുന്ന അദ്ദേഹം കിർത്താഡ്സിന്റെയും കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെയും ആദരവും അംഗീകാരവും നേടിയിട്ടുണ്ട്. വെള്ളം കൊടുങ്ങിയ ഗോത്ര ചികിത്സാ പാരമ്പര്യത്തിന്റെ യഥാർത്ഥ പാരമ്പര്യവാഹകനാണ്. ബാല്യകാലം മുതൽ തൻ്റെ മുത്തച്ഛനായ കൊച്ചുമണി കാണിയുടെ ചികിത്സാ പ്രവർത്തനങ്ങളിൽ ആകർഷകനായ അദ്ദേഹം ഔഷധ സസ്യങ്ങളുടെയും പാരമ്പര്യ ചികിത്സയുടെയും ആഴമുള്ള അറിവുകൾ സ്വന്തമാക്കി. രക്ഷിക്കാനുള്ള അതിയായ ആത്മാർത്ഥതയോടെ ജീവിക്കുന്ന അപ്പുക്കുട്ടൻ കാണി ഗോത്രജ്ഞാന പാരമ്പര്യത്തിന്റെ അമൂല്യ സംരക്ഷകനായി ആദരിക്കപ്പെടുന്നു. കാണിക്കാർ സമുദായത്തിന്റെ ഔഷധ വിജ്ഞാനത്തിന്റെ ഗൗരവവും സ്വത്വബോധവും ശക്തിപ്പെടുത്തിയ അപ്പുക്കുട്ടൻ കാണിക്ക് ബിർസ മുണ്ട അൺസങ് ഹീറോ അവാർഡ് നൽകി ആദരിക്കുന്നതിൽ കിർത്താഡ്സ് വകുപ്പ് അതിയായ അഭിമാനവും ആദരവും രേഖപ്പെടുത്തുന്നു. മകനായി ജനിച്ച കൊച്ചങ്കോട് ഗോവിന്ദൻ മുള്ളുക്കുറുമ ഗോത്ര സമൂഹത്തിലെ പ്രമുഖ അസ്ത്രവിദ്യാഗുരുവും ഗോത്ര മാർഷൽ കലാപാരമ്പര്യത്തിന്റെ അപൂർവ സംരക്ഷകനുമാണ്. ബാല്യകാലം മുതൽ തന്നെ പിതാവിൽ നിന്നും പരമ്പരാഗത അസ്ത്രാഭ്യാസത്തിലേറെയായി ഗോത്ര വില്ലുവിദ്യയും തനത് ഗോത്ര ആയോധന സങ്കേതങ്ങളും നിരന്തരം അഭ്യസിക്കുകയും പ്രചരിപ്പിക്കുകയും മാനിപ്പുല്ല് കരകൗശല വിദ്യകൾക്കുമായി ജീവിതം സമർപ്പിച്ച കലാകാരിയാണ് സോമി നാട്ജി. ചക്രം ഉപയോഗിക്കാതെയുള്ള മൺപാ സംഭരണികൾ
അടുക്കള ഉപകരണങ്ങൾ തുടങ്ങി യും സംരക്ഷണത്തിനായി ജീവിതം സമർപ്പിച്ച മഹത് കലാകാരനും ഗോത്രവിജ്ഞാനത്തിന്റെ ജീവസ്രോതസ്സുമാണ് ചിക്കിമല്ലൻ. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന റാവുള ഷാമലിക സംഗീത നൃത്ത പാരമ്പര്യത്തിന്റെ അവസാന കണ്ണികളിൽ ഒരാളായ ചിക്കിമല്ലൻ ഗോത്ര സംഗീതവും ആചാര പരമ്പരകളും സംരക്ഷിച്ച് ഭാവി തലമുറയിലേക്ക് കൈമാറുന്ന അപൂർവ കലാകാരനാണ്. അദ്ദേഹത്തെ ബിർസ മുണ്ട അൺസങ് ഹീറോ അവാർഡ് നൽകി ആദരിക്കുന്നതിൽ കിട്ടാർട്സ് വകുപ്പ് അഭിമാനവും ആദരവും രേഖപ്പെടുത്തുന്നു. വെട്ടിയാട്ട, പദ്നകി എന്നീ കലാരൂപങ്ങളുടെ സംരക്ഷണത്തിനും പ്രചരണത്തിനുമായി ജീവിതം സമർപ്പിച്ച അപൂർവ കലാകാരിയാണ് ബൊമ്മി എന്ന ബൊമ്മിയമ്മ. മണ്ണിനോടും പാരമ്പര്യത്തോടും ചേർന്ന് നിൽക്കുന്ന ഗോത്രകലകളെ ദേശീയ വേദികളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് ഗോത്ര സമൂഹത്തിൻ്റെ ഗൗരവവും സ്വത്വബോധവും ശക്തിപ്പെടുത്തിയ ബൊമ്മിയമ്മയ്ക്ക് ബിർസ മുണ്ട അൺസങ് ഹീറോ അവാർഡ് നൽകി ആദരിക്കുന്നതിൽ കിട്ടാർട്സ് വകുപ്പ് അതിയായ അഭിമാനവും ആദരവും രേഖപ്പെടുത്തുന്നു. കുറിച്യ ഗോത്ര സമൂഹത്തിന്റെ പാരമ്പര്യ ചികിത്സാ രീതികളും ഔഷധ സസ്യജ്ഞാനവും നൽകിയ വിശിഷ്ട വ്യക്തിയാണ് കേളു വൈദ്യർ. ചികിത്സ, പരിസ്ഥിതി സംരക്ഷണം, ഗോത്രജ്ഞാന പാരമ്പര്യം, സാമൂഹിക സേവനം എന്നീ മേഖലകളിൽ നൽകിയ മാതൃകാപരമായ സംഭാവനകളെ മാനിച്ച് ബിർസ മുണ്ട എഴുത്തുകാരനും സമൂഹ ശാക്തീകരണത്തിനായി ജീവിതം സമർപ്പിച്ച സാമൂഹിക പ്രവർത്തകനുമാണ് KS മല്ലൻ. വയനാട് ചേകാടി പാക്കനാട്ടിൽ താമസിക്കുന്ന KS മല്ലൻ റാവുള ഗോത്ര സമൂഹത്തിൽ നിന്നുള്ള അവഗണന, പിന്നാക്കാവസ്ഥ എന്നിവയ്ക്കെതിരെ പ്രവർത്തിക്കുകയും വിദ്യാഭ്യാസം, സാമൂഹിക ബോധവൽക്കരണം, രാഷ്ട്രീയ അവബോധം, സ്വാഭിമാനം എന്നിവയുടെ പ്രാധാന്യം ആദിവാസി സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. കുടുംബങ്ങളുടെ സ്വത്വബോധവും പൈതൃകവും ഭാവി തലമുറകളിലേക്ക് കൈമാറുവാൻ ജീവിതം സമർപ്പിച്ച KS മല്ലനെ ബിർസ മുണ്ട അൺസങ് ഹീറോ അവാർഡ് നൽകി ആദരിക്കുന്നതിൽ കിട്ടാർട്സ് വകുപ്പ് അതിയായ അറിയപ്പെടുന്ന ഗംഗാധരൻ പണിയൂരാളി പ്രവർത്തനവും അദ്ദേഹം നിർവഹിച്ചു. കേരള ഫോക്ലോർ അക്കാദമിയുടെ സംസ്ഥാന അവാർഡ് നേടിയ ഗാഗ കിട്ടാർട്സിലും വിവിധ സർവകലാശാലകളിലും ക്ലാസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഗോത്ര സമൂഹങ്ങളുടെ സ്വത്വബോധവും പൈതൃകവും ഭാവി തലമുറകളിലേക്ക് കൈമാറുവാൻ ജീവിതം സമർപ്പിച്ച ഗാഗയെ ബിർസ മുണ്ട അൺസങ് ഹീറോ അവാർഡ് നൽകി ആദരിക്കുന്നു. CK ജാനു, വയനാട്. CK ജാനു കേരളത്തിലെ ഗോത്ര സമൂഹങ്ങളുടെ ഭൂമി അവകാശങ്ങൾക്കും മനുഷ്യ അവകാശങ്ങൾക്കും സാമൂഹ്യ നീതിക്കുമായി ജീവിതം സമർപ്പിച്ച സമരനായികയും ഗോത്ര ജനതയുടെ ശക്തമായ ശബ്ദവുമാണ് CK ജാനു. വയനാട് ചെക്കോട് ഗ്രാമത്തിൽ അടിയ ഗോത്രത്തിൽ ജനിച്ച അവർ അതികഠിനമായ ദാരിദ്ര്യവും സാമൂഹിക അവഗണനയും അനുഭവിച്ച ബാല്യത്തിൽ നിന്നും സ്വയപ്രയത്നത്താൽ ഉയർന്ന് കേരളത്തിലെ ഗോത്ര പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ നിർണായക സ്ഥാനമുറപ്പിച്ച നേതാവായി മാറി. 7-ാം വയസ്സിൽ വീട്ടുജോലിക്കാരിയായി തൊഴിൽ ജീവിതം ആരംഭിച്ച അവർ പിന്നീട് കർഷക തൊഴിലാളിയായും സാമൂഹിക പ്രവർത്തകയായും ജീവിത സമരങ്ങൾ നേരിട്ടു. ഇല്യമാണ് അധികാരത്തിന്റെയും ജീവിതം സമർപ്പിച്ച മഹത് ഗായികയും കലാകാരിയുമാണ് വടികി കെ. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി ഗോത്രമേഖലയിലെ പ്രമുഖ ഇരുള കലാകാരിയായ വടികി കെ തോട്ടക്കക്കിയുടെയും രേഷിയുടെയും മകളായി ഏകദേശം 55 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചു വഹിച്ചു വരുന്നു. ഇരുള സംഗീത പാരമ്പര്യത്തിന്റെ ജീവിക്കുന്ന പ്രതിനിധിയായി ഗോത്രഭാഷയും സംസ്കാരവും കലാപൈതൃകവും ബിർസ മുണ്ട അൺസങ് ഹീറോ അവാർഡ് നൽകി കമലാക്ഷി എസ്. അട്ടപ്പാടിയിലെ ഗോത്ര ഊരുകളിൽ നിന്ന് MBBS ബിരുദം നേടുന്ന ആദ്യ മുടുക വനിത എന്ന ചരിത്ര നേട്ടത്തിലൂടെ അവർ കേരളത്തിലെ ഗോത്ര സമൂഹങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെയും സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെയും പ്രതീകമായി മാറി. ബിർസ മുണ്ട അൺസങ് ഹീറോ അവാർഡ് നൽകി ആദരിക്കുന്നതിൽ കിട്ടാർട്സ് വകുപ്പ് അതിയായ അഭിമാനവും ആദരവും രേഖപ്പെടുത്തുന്നു. വാസുദേവൻ ചിക്കന്നൂർ.
വയനാട് ജില്ലയിലെ ചീക്കല്ലൂരിൽ 1950 ഏപ്രിൽ 15 ജനിച്ച വാസുദേവൻ ചീക്കല്ലൂർ പണിയഗോത്ര സമൂഹത്തിന്റെ ചരിത്രവും പുരാവൃത്തങ്ങളും പാട്ടുപാരമ്പര്യങ്ങളും ജീവിതാനുഭവങ്ങളും എഴുത്തിലൂടെയും പഠനങ്ങളിലൂടെയും രേഖപ്പെടുത്തി സംരക്ഷിച്ച അപൂർവ സാംസ്കാരിക പ്രവർത്തകനാണ്. സമൂഹ സേവന മേഖലയിലും അതുല്യമായ സംഭാവനകൾ നൽകി ഗോത്ര സമൂഹത്തിന്റെ അഭിമാനമായി മാറിയ വ്യക്തിയാണ്. അനുഭവങ്ങളും പൊതുസമൂഹത്തിലേക്ക് എത്തിച്ച രംഗിയമ്മയുടെ പ്രവർത്തനങ്ങൾ ഉദാത്തമാണ്. രംഗിയമ്മ വൈദ്യർക്ക് ബിർസ മുണ്ട അൺസങ് ഹീറോ അവാർഡ് നൽകി ആദരിക്കുന്നതിൽ കിർത്താഡ്സ് വകുപ്പ് അതിയായ ആദരവും അഭിമാനവും രേഖപ്പെടുത്തുന്നു. വെൺമണി സ്വദേശിയും ഊരാളി ഗോത്ര സമൂഹത്തിലെ പ്രമുഖ പരമ്പരാഗത മുള കരകൗശല കലാകാരനുമായ കണ്ണപ്പൻ PR കഴിഞ്ഞ 55 വർഷത്തിലേറെയായി മുള, ഈറ്റ, കരിമ്പ്, വനോൽപ്പന്നങ്ങൾ എന്നിവ ഉപയോഗിച്ചുള്ള ഗോത്ര കരകൗശല നിർമ്മാണ രംഗത്ത് സജീവ സാന്നിധ്യമാണ്. പരമ്പരാഗത വിജ്ഞാനവും ആധുനിക സാധ്യതകളും ഒരുമിപ്പിച്ച് ഗോത്ര കരകൗശല പാരമ്പര്യത്തെ സംരക്ഷിക്കുന്ന മലനിരകളിലെ ഞാറനീലി ഗ്രാമത്തിൽ വില്ലിക്കാണിയുടെയും എരിവിയുടെയും മകനായി ജനിച്ച അദ്ദേഹം തന്റെ വലിയ ഭരണ സംവിധാനങ്ങളും സംരക്ഷിച്ച് തലമുറകളിലേക്ക് കൈമാറുന്ന അപൂർവമായ ദൗത്യത്തിന് ജീവിതം സമർപ്പിച്ച വിശിഷ്ട വ്യക്തിത്വമാണ് രാമൻ രാജമന്നാൻ. ഗോത്ര സമൂഹങ്ങളുടെ സാംസ്കാരിക സ്വത്വ സംരക്ഷണത്തിനുമായി നൽകിയ അസാധാരണ സംഭാവനകളെ മാനിച്ച് രാമൻ രാജമന്നാനെ ബിർസ മുണ്ട പുതുതലമുറകളിലേക്ക് കൈമാറുവാൻ ജീവിതം സമർപ്പിച്ച മഹത് സാംസ്കാരിക പ്രവർത്തകയും ഗോത്രവിജ്ഞാനത്തിന്റെ പ്രതിനിധിയുമാണ് സുലോചന കാണി. സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതിനിധിയാണ്. സ്വന്തം സമൂഹത്തിന്റെ പാരമ്പര്യജ്ഞാനവും ജീവിതാനുഭവങ്ങളും പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിൽ അവർ നൽകിയ പുതുതലമുറകളിലേക്ക് കൈമാറുവാൻ ജീവിതം സമർപ്പിച്ച മഹത് കലാകാരിയും സാംസ്കാരിക പ്രവർത്തകയുമാണ് തങ്കമണി കാളൻ. ഭാവി തലമുറകളിലേക്ക് കൈമാറുവാൻ ജീവിതം സമർപ്പിച്ച അവരെ ബിർസ മുണ്ട അൺസങ് ഹീറോ അവാർഡ് നൽകി ആദരിക്കുന്നതിൽ കിർത്താഡ്സ് വകുപ്പ് അതിയായ ആദരവും അഭിമാനവും രേഖപ്പെടുത്തുന്നു. വ്യക്തിയുമാണ് അരുവി. കുമളിയിലെ പള്ളിയക്കുടിയിൽ നാഗമണിയുടെയും അറുമുഖന്റെയും മകനായി ജനിച്ച അരുവി ബാല്യത്തിൽ തന്നെ ഗോത്രസമൂഹം നേരിട്ടിരുന്ന സാമൂഹിക ഒറ്റപ്പെടുത്തലുകളും വിവേചനങ്ങളും നേരിട്ട് അനുഭവിച്ചു ജീവിതം സമർപ്പിച്ച അദ്ദേഹത്തെ ബിർസ മുണ്ട ഹീറോ അവാർഡ് നൽകി ആദരിക്കുന്നതിൽ കിർത്താഡ്സ് വകുപ്പ് അതിയായ അഭിമാനവും ആദരവും രേഖപ്പെടുത്തുന്നു. പരമ്പരാഗത ഭക്ഷണം, കൈത്തൊഴിൽ, മുള കരകൗശല വിദ്യ തുടങ്ങിയ നിർമ്മിതികൾ, ചക്രം ഉപയോഗിക്കാത്ത മൺപാത്ര നിർമ്മാണം എന്നീ മേഖലകളിലും അവർ അതുല്യ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. ഇവർ നൽകിയ സംഭാവനകൾ അനശ്വരമാണ്. ഗോത്ര സമൂഹങ്ങളുടെ സ്വത്വബോധവും പൈതൃകവും ഭാവി തലമുറകളിലേക്ക് കൈമാറുവാൻ ജീവിതം സമർപ്പിച്ച ഇവരെ ബിർസ മുമ്പത്തിയായി അറിയപ്പെടുന്ന ഗീത വാഴച്ചാൽ കേരളത്തിലെ ആദ്യ വനിതാ ഗോത്ര മേധാവി എന്ന നിലയിൽ ശ്രദ്ധേയയായി. സാമൂഹിക സേവനം എന്നീ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വമാണ് ചിത്ര എമ്മ. വിദ്യാഭ്യാസം, സ്ത്രീ ശാക്തീകരണം, വന വിഭവാധിഷ്ഠിത ഉപജീവന മാർഗ വികസനം അങ്ങനെ പുറകെ പോവാണ്. എന്താ ചേച്ചിയാ